ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. 17-ാം വാക്യം തുടങ്ങുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് സാക്ഷിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമ്മെപ്പോലെ തന്നെയുള്ള ഒരാളായിരുന്നു. നമ്മെപ്പോലെ തന്നെ ബലഹീനതകൾ, നമ്മെപ്പോലെ ആകുലങ്ങൾ, നമ്മെപ്പോലെ ചിലപ്പോൾ നിരാശകൾ, നമ്മെപ്പോൾ ചിലപ്പോഴുള്ള മടുപ്പ്, ഇതെല്ലാം ഉള്ള ഒരാളായിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഏലിയാവിന് ലഭിച്ചതായ കാര്യങ്ങളെല്ലാം, അനുഭവങ്ങളെല്ലാം നമുക്ക് ലഭിക്കാവുന്നതാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. എന്താണ് നാം കാണുന്നത്? അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? മഴ പെയ്യാതിരിക്കേണ്ടതിന്. ദേശം മുഴുവൻ വിഗ്രഹാരാധന കൊണ്ട് മലിനമായി പോയിരുന്നു. ആഹാബ് രാജാവും രാജാവിൻ്റെ ഭാര്യ ഇസബേലും ഭരിച്ചിരുന്ന ആ കാലത്ത് ജാതീയ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പതിവ് വളരുകയും വളരെ വർദ്ധിക്കുകയും ചെയ്തു. അന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അവർ പ്രവാചകന്മാരായി അറിയപ്പെടുകയും ചെയ്തു. അവർ ബാലിൻ്റെ പ്രവാചകന്മാർ, ബാലിൻ്റെ പ്രവാചകന്മാർ, അശേര പ്രതിഷ്ഠയുടെ പ്രവാചകന്മാർ എന്നിങ്ങനെയുള്ളതായ പ്രവാചകന്മാരായിട്ട് അവരെ അറിയപ്പെട്ടു. പ്രവാചകന്മാരെന്നുള്ള പേര് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾ പലരും അവർ പറയുന്നത് വിശ്വസിച്ചു, പറയുന്നത് തെറ്റിദ്ധരിച്ചു. പ്രവാചകന്മാരെന്നുള്ള പേരുള്ളത് കൊണ്ട്, പ്രവാചകന്മാരെന്ന് അവർ വിളിച്ചിരുന്നതുകൊണ്ട് ജനങ്ങൾ, പാവപ്പെട്ട ജനം, എട്ടും പൊട്ടും തിരിയാത്ത ജനം ഈ പ്രവാചകന്മാർ പറയുന്നത് വിശ്വസിക്കുകയും അവർ തന്മൂലം അന്ധതയിൽ, അജ്ഞതയിൽ അവർ വിഗ്രഹാരാധനയിൽ ആണ്ടുപോവുകയും ചെയ്തു. വലിയ നഷ്ടമായിരുന്നു, വലിയ കഷ്ടമായിരുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ നേതൃത്വം പിഴച്ചു. നേതൃത്വം, ആഹാബ് രാജാവിൻ്റെ നേതൃത്വം. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നുള്ളതായ കൽപ്പനകളെല്ലാം ഈ ബാൽ വിഗ്രഹത്തെ ആരാധിക്കുന്നവർക്ക് അനുകൂലമായിരുന്നു. ഏലിയാ പ്രവാചകനെ പോലുള്ള സത്യവിശ്വാസികളെ സമൂഹത്തിൻ്റെ മുമ്പിൽ താറടിച്ച് കാണിക്കുന്ന വിധത്തിലായിരുന്നു ആഹാബ് രാജാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഏലിയാ പ്രവാചകനും അതുപോലുള്ളതായ മറ്റ് ദൈവത്തിൻ്റെ പ്രവാചകന്മാരും അന്ന് രാജാവിൻ്റെ പീഡ ഏൽക്കേണ്ടി വന്നു. വലിയ ഉപദ്രവം ഏൽക്കേണ്ടി വന്നു. ഭരണകർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ആർക്ക് തടുക്കാൻ പറ്റും? ഭരിക്കുന്ന രാജാവിന് അധികാരം കയ്യിലുണ്ട്. അധികാരം കൈയാളുന്ന രാജാവ് അധികാരത്തിൻ്റെ പിൻബലത്തിൽ പാവപ്പെട്ട വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ചരിത്രം പരിശോധിച്ചത് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അധികാരികൾ വിശ്വാസികളെ പീഡിപ്പിക്കുന്നു. അവിശ്വാസികളായ അധികാരികൾ വിശ്വാസികളെ എതിർത്തിരുന്നു. എക്കാലത്തും അതുണ്ട്, ഇന്നും ഇക്കാലത്തുമുണ്ട്. എന്നാൽ അന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് വളരെ ഉറച്ചു നിന്നു. എത്ര പീഡ വന്നാലും, എന്ത് എതിർപ്പ് വന്നാലും, അധികാരം കൈയാളുന്ന രാജാവിൻ്റെ എതിർപ്പും ആക്രമണവും വന്നാലും, ഒരുപക്ഷെ മരണം നേരിട്ടാലും ഒരു കാരണവശാലും വിഗ്രഹാരാധനയ്ക്ക് തിരിയുകയില്ല എന്നും സത്യദൈവ വിശ്വാസം മുറുകെ പിടിക്കുമെന്നും ഏലിയാവ് തീരുമാനിച്ചു. പക്ഷേ ജനം മനം തിരിയുന്നില്ല, രാജാവും മനം തിരിയുന്നില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഈ ജനം മനം തിരിയാൻ ഇവർക്കൊരു ക്ഷാമം കൊടുക്കണമേ, ഈ ജനത്തിനൊരു ക്ഷാമം കൊടുക്കണമേ, ഇവർക്കൊരു കഷ്ടത വരുത്തണമേ, ഇവർ വലഞ്ഞു പോകുന്ന രീതിയിൽ, ഇവർ വിഷമിക്കത്തക്കവണ്ണം, അവർക്ക് വലിയ പ്രതിസന്ധികൾ വരത്തക്കവണ്ണം കർത്താവേ നീ പ്രവർത്തിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ഭൂമിയിൽ മഴ പെയ്യരുത്.
കർത്താവേ, നീ മഴയെ തടുക്കണം, പ്രകൃതിയുടെ അനുഗ്രഹത്തെ നീ തടയണം, മഴയെ നീ തടുക്കണം. വാസ്തവത്തിൽ ജനം വലയുമെന്ന് ഏലിയാവിനറിയാം. എങ്കിലും അതേ പോംവഴിയുള്ളൂ, വേറെ ഒരു പോംവഴിയില്ല. ജനം തിരിയണമെങ്കിൽ ഒരു ക്ഷാമം വരണം. കഴിഞ്ഞൊരവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. മുടിയപുത്രൻ തിരിഞ്ഞത് അവന് ക്ഷാമം വന്നപ്പോഴാണ്. ധൂർത്തപുത്രന് അവന് മാനസാന്തരം വന്നത് അവന് ക്ഷാമം വന്നപ്പോഴാണ്. മുടിയപുത്രന് സുബോധം വന്നത് ക്ഷാമം വന്നപ്പോഴാണ്. ജീവിതത്തിൽ ചില ക്ഷാമങ്ങൾ വരുന്നത് നല്ലതാണ്. ഇവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചു. വായിക്കുന്നത് അങ്ങനെയാണ്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഈ പ്രകൃതിയുടെ ചലനങ്ങളെ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ, അവയെ നിയന്ത്രിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യർക്ക് സാധിക്കുകയില്ല. മഴ പെയ്യിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. മഴ പെയ്യാതിരിക്കാൻ അങ്ങനെ കൽപ്പിക്കാനും മനുഷ്യന് സാധിക്കുകയില്ല. പക്ഷേ ഏലിയാവ് എന്തുകൊണ്ടത് ചെയ്തു? ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിനക്കേ അതിന് കഴിവുള്ളൂ. ഈ പ്രതിസന്ധിയിൽ ജനത്തെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാൻ നിനക്കേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കർത്താവേ, നീ പ്രവർത്തിക്കണമേ. ഏലിയാവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. പ്രാർത്ഥന ശക്തിയുള്ളതാണ്. പ്രാർത്ഥന നിങ്ങളും പ്രാർത്ഥിച്ച് ചില മറുപടികൾക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് പരീക്ഷ ജയിച്ച കുട്ടികളുണ്ട്. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഒരു ജോലി കിട്ടിയവരുണ്ട്. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനെ കിട്ടിയവരുണ്ട്. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് നല്ല ശമ്പളം കിട്ടിയവരുണ്ട്. മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നല്ലൊരു വീട് കിട്ടിയവരുണ്ട്. ഒരു 2-3 സെൻറ്റ് ഭൂമിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, ഒരു സ്വന്തമായിട്ട് വീട് വയ്ക്കാനെന്ന് ആഗ്രഹിച്ചു. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. 2-3 സെൻറ്റല്ല, 10 സെൻറ്റിൽ കൂടുതൽ ഭൂമി കിട്ടി, അവിടെ വീട് വയ്ക്കാൻ സാധിച്ചു. പ്രാർത്ഥിക്കുന്നു. ഭൗതികമായി അനേകം കാര്യങ്ങൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം പ്രാർത്ഥിക്കണം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ നാം പ്രാർത്ഥിക്കേണ്ടത് വാസ്തവത്തിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപാന്തരത്തിന് വേണ്ടിയാണ്. സ്വഭാവം മാറണം. നമ്മുടെ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങൾ മാറണം. നമ്മുടെ സ്വഭാവത്തിലുള്ളതായ കോപാക്രാന്തമായ പെരുമാറ്റം മാറണം. നമ്മുടെ മുഷിച്ചിലും നീരസവും മാറണം. പകയില്ലാത്തൊരു ഹൃദയം നമുക്ക് ലഭിക്കണം. വിദ്വേഷമില്ലാത്തൊരു മനോഭാവം നമുക്ക് ലഭിക്കണം. ആരോടും ഒരു മുൻവിധിയില്ലാതെ എല്ലാവരെയും ആദരിക്കുന്ന, എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന ഒരു സ്വഭാവം നമുക്ക് ലഭിക്കണം. സ്വഭാവത്തിൻ്റെ രൂപാന്തരം അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി. സ്വഭാവത്തിലെ മാലിന്യങ്ങൾ, ഓരോ മനുഷ്യനുണ്ട് ചില മാലിന്യങ്ങൾ, ദുസ്വഭാവങ്ങളുണ്ട്. ചിലർക്ക് ഏറിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. ഈ സ്വഭാവത്തിലെ മാലിന്യങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അപ്പോഴതിന് എന്താ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം എവിടെയെല്ലാം ഉണ്ട് ഞാൻ ചിന്തിക്കണം. അഹങ്കാരം ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു വലിയ ഭീകര സ്വഭാവമാണ് അഹങ്കാരം. ഭയാനകമായ സ്വഭാവമാണ്. മനുഷ്യനെ നശിപ്പിക്കും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്കോ കൃപ നൽകുകയും ചെയ്യുന്നു. നിഗളിയാണോ, നിഗളമുണ്ടോ, അഹങ്കാരമുണ്ടോ, അവനെ ദൈവം എതിർക്കും. ദൈവം എതിർത്ത് നിൽക്കും. പിന്നെ അവന് മുന്നോട്ട് ഗതിയില്ല. ഓർത്തുകൊള്ളൂ, അഹങ്കാരം എപ്പോൾ വരുന്നുവോ, മക്കളിൽ അഹങ്കാരമുള്ളവരുണ്ട്, ഭാര്യയിൽ അല്ലെങ്കിൽ ഭർത്താവിൽ അഹങ്കാരമുള്ളവരുണ്ട്, അഭിമാനം, അഹങ്കാരം, സ്വത്തിൽ അഹങ്കാരമുള്ളവരുണ്ട്, സ്ഥാനമാനങ്ങളിൽ അഹങ്കാരമുള്ളവരുണ്ട്. നോക്കിയോളൂ, പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. നിഗളം പോകും. എങ്ങനെ? നിഗളത്തിൻ്റെ പിന്നാലെ ഇതാ ഒരു വീഴ്ച വരാൻ പോകുന്നു. വീഴ്ചയ്ക്ക് മുൻപേ നിഗളം പോകുന്നു. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. പിറകെ വീഴ്ച വരുന്നു, അതിന് മുൻപെയാണ് നിഗളം. നിഗളം പോയാൽ ഉടനെ മനസ്സിലാക്കാം അടുത്ത് തന്നെ വീഴ്ചയുണ്ട്. നമുക്ക് ഞാൻ ഇതിന് മതിയായവനാണ്, ഈ കാര്യം ഞാൻ ചെയ്യും, എന്നോട് ഒപ്പം വേറെ ആരുമില്ല, ഞാൻ ഇവിടെ ഏറ്റവും ഉന്നതനായി നിൽക്കും എന്നിങ്ങനെയുള്ളതായി ചിന്തകൾ നമുക്ക് വന്നാൽ, അത് ചിന്തയായിട്ട് വരണമെന്നില്ല, നമ്മുടെ ഉള്ളിലെ ഭാവം, അകത്തെ ഭാവം അങ്ങനെ ഒരു അഹങ്കാരമുള്ളതാണെങ്കിൽ തീർച്ചയായും നാം വീണിരിക്കും, ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ചരിത്രം അത് കാണിക്കുന്നുണ്ട്, ചരിത്രം അത് വെളിപ്പെടുത്തുന്നുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് യൂറോപ്പിലെ സിംഹം എന്നാണ് അറിയപ്പെട്ടിരുന്നത് നെപ്പോളിയൻ. എന്നാൽ നെപ്പോളിയൻ അഹങ്കരിച്ചു. നെപ്പോളിയൻ ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപനെ വിളിച്ച് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്
ഫ്രാൻസിൻ്റെ കൊടി ഇംഗ്ലണ്ടിൽ കേന്ദ്ര തലസ്ഥാനത്ത് അത് നാട്ടിയിരിക്കും, ഇംഗ്ലണ്ടിനെ കീഴടക്കുമെന്ന്. നെപ്പോളിയൻ പറഞ്ഞാൽ അതുപോലെ നടക്കും. അത് നെപ്പോളിയൻ്റെ ബോധ്യമുണ്ട്. ഉടനെ ആ സർവ്വസൈന്യാധിപൻ പറഞ്ഞു, പ്രഭു ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങ് അങ്ങനെയൊന്ന് പറയുന്നു, ദൈവം മറ്റൊന്ന് പ്രവർത്തിച്ചാലോ? ഉടനെ നെപ്പോളിയൻ പറഞ്ഞു, നെപ്പോളിയൻ പറയുന്നു, നെപ്പോളിയൻ ചിന്തിക്കുന്നു, നെപ്പോളിയനെ നടപ്പിൽ വരുത്തുന്നു. വളരെ കട്ടായമായിട്ടാണ് പറഞ്ഞത്. നെപ്പോളിയൻ യൂറോപ്പിനെ കീഴെ വിറപ്പിച്ച മനുഷ്യനാണ്, യൂറോപ്പിലെ സിംഹം എന്നറിയപ്പെട്ടിരുന്നു. എന്നാൽ ദൈവം മറ്റൊന്ന് പ്രവർത്തിച്ചു. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മനുഷ്യനൊന്ന് ചിന്തിക്കുന്നു, ദൈവം മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. എന്താ ഉണ്ടായത്? അന്ന് ഭയങ്കരമായ മഴ, ഉഗ്രമായ മഴ. ആ മഴയത്ത് സൈന്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അന്ന് സന്ധിക്ക് മുമ്പ് നെപ്പോളിയൻ ബന്ധനസ്ഥനായി. അന്ന് സ്വന്തം കൊടി അവിടെ നാട്ടുമെന്ന് പറഞ്ഞ ആ നെപ്പോളിയൻ അന്ന് ബന്ധനത്തിലായി. നെപ്പോളിയൻ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ പിടിയിലായി. അഹങ്കാരം വന്നാൽ ഉറപ്പാണ് വീഴ്ച തൊട്ട് പിറകെയുണ്ട്, ഉടനെ വീഴും. ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആത്മീയ ജീവിതത്തിൽ നമുക്ക് അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ അഹങ്കരിക്കാൻ പാടില്ല. ഒരു ഞാൻ എന്നുള്ള ഭാവം ഒരിടത്തും വരാൻ പാടില്ല. ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ സൂക്ഷിക്കണം. ആത്മീയ ജീവിതത്തിൽ വളരെ സൂക്ഷിക്കണം. അവിടെ ഞാനില്ല, അവിടെ യേശുവേ ഉള്ളൂ. ക്രൈസ്റ്റ് സെൻറ്റഡ് ആയിരിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം. ഒരു കാരണവശാലും എന്നെ കേന്ദ്രീകരിച്ചായിരിക്കരുത്, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. നോട്ട് സെൽഫ് സെൻറ്റേഡ് ബട്ട് ക്രൈസ്റ്റ് സെൻറ്റേഡ്. സെൽഫ് സെൻറ്റേഡ് ആയിരിക്കരുത്, ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിരിക്കണം. ക്രിസ്തുവിൽ ആശ്രയിച്ചും ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചും ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ ആത്മാക്കളുടെ പ്രയോജനത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന വേല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു ഞാൻ അതിൽ വരരുത്, അഹം വരരുത്, അഹം ഞാൻ, സെൽഫ് വരരുത്, സ്വയം വരരുത്, ഈഗോ വരരുത്. പ്രാർത്ഥന അത് വളരെ ശക്തിയുള്ളതാണ്. ഒരിക്കൽ റെയ്മണ്ട് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഡോക്ടറാണ്, ചെറുപ്പക്കാരൻ. അദ്ദേഹം ചിന്തിച്ചു, മനുഷ്യൻ്റെ ശരീരത്തിലെ രോഗം നിർണ്ണയിക്കാൻ, ഡയഗ്നോസിസ് അത് നിർണ്ണയിക്കാൻ, ഒരു ശരീരത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാവുന്ന ഒരു സിസ്റ്റം, ഒരു ഉപകരണം കണ്ടുപിടിച്ചാൽ നന്നായിരുന്നു. അദ്ദേഹം വേറെ 2 കൂട്ടുകാരെ കൂട്ടി, 2 ഡോക്ടർമാരെ കൂട്ടി അവർ പരിശ്രമിക്കാൻ തുടങ്ങി. അത് പരിശ്രമിച്ച് അദ്ദേഹം ഈ MRI സ്കാൻ, ആ മെഷീൻ കണ്ടുപിടിച്ചു. MRI സ്കാൻ കണ്ടുപിടിച്ച് റെയ്മണ്ടാണ് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്ത് 80 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യനെ MRI സ്കാനിന് വേണ്ടി കയറ്റി. വൃദ്ധനോട് പറഞ്ഞു, കുറേ നേരം വേണ്ടി വരും, ഒരു ഗുഹയ്ക്കകത്തേക്ക് കിടക്കുന്ന പോലെ തോന്നും, പേടിക്കണ്ട, അനങ്ങാതെ കിടന്നാൽ മതി, ഒരു ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്ന പോലെ തോന്നും, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നിശബ്ദനായി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ വൃദ്ധനെ സമാധാനിപ്പിച്ച് അതിനകത്ത് MRI മെഷീനിൽ ഏതാണ്ട് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും കിട്ടത്തക്കവണ്ണം, ഉൾഭാഗങ്ങൾ കിട്ടത്തക്കവണ്ണം അതിനകത്ത് കടത്തി. ആ വൃദ്ധൻ ഓർത്തു, അയ്യോ ഞാൻ എത്ര നേരം കിടക്കുന്നത്, ആരുമില്ലല്ലോ, എന്ത് ചെയ്യും? ഒരു പരിഭ്രമം, ഒരു ഭയം പോലെ. അദ്ദേഹം അങ്ങനെ കിടന്നപ്പോൾ ഓർത്തു, ഞാൻ പണ്ട് പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവമേ കരുണ തോന്നണമേ, ബി മേഴ്സിഫുൾ ടു മീ, എന്നോട് കരുണയുള്ളവനായിരിക്കണമേ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാലോ? അദ്ദേഹം മറ്റെല്ലാ ചിന്തയും വെടിഞ്ഞു. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ. വീണ്ടും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ. ആ സമയം അത്രയും, ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ സമയം അത്രയും അതിനകത്ത് കിടന്നതായ സമയം മുഴുവനും ആ മെഷീനകത്ത് പ്രവേശിച്ച്
ആ മുഴുവൻ സമയവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രയാസം അറിഞ്ഞില്ല. അതിനകത്ത് അങ്ങനെ ഗുഹയ്ക്കകത്ത് കയറിയ പ്രതീതി ഉണ്ടായില്ല. ഒട്ടും ഭയം തോന്നിയില്ല. ഏകാഗിയാണല്ലോ എന്നുള്ള ചിന്ത വന്നില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേ കിടന്നു, ദൈവമേ എന്നോട് കരുണ തോന്നണമേ. ഇതൊരു പ്രായോഗികമായി നടന്നൊരു കാര്യമാണ്. സ്വാഭാവികമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ നീ എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ, കർത്താവേ നിൻ്റെ കരം എന്നോടുകൂടെ ഉണ്ടായിരിക്കണമേ, യേശുവേ നിൻ്റെ കരം എന്നെ പിടിച്ചുകൊള്ളണമേ, എൻ്റെ കർത്താവേ നിൻ്റെ മാലാഖമാർ എനിക്ക് ചുറ്റും ഉണ്ടായിരിക്കണമേ, എൻ്റെ കർത്താവേ നീ എന്നോട് കരുണ തോന്നണമേ. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാം. നമുക്ക് വേദവാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് കിടക്കാം. വേദവാക്യങ്ങൾ എന്താണ്? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വേദവാക്യം അത് ഉദ്ധരിച്ച് വീണ്ടും വീണ്ടും ഉച്ചരിച്ചുകൊണ്ട് കിടക്കാം. വേദവാക്യം വചനം ഉദ്ധരിക്കാം, വചനം ഉച്ചരിക്കാം. അപ്പോൾ നമുക്കൊരു ശക്തി കിട്ടിക്കൊണ്ടിരിക്കും. പരിസരം നാം മറക്കും. പരിസരങ്ങളിലുള്ളതായ പ്രയാസങ്ങൾ നാം മറക്കും. ദൈവത്തോട് നാം പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നു. അത് നിങ്ങൾക്ക് പലർക്കും അനുഭവമാക്കാം. പരീക്ഷ ഹാളിൽ പോയിരിക്കുന്നു, എൻ്റെ കർത്താവേ നീ എന്നോട് ഉണ്ടായിരിക്കണമേ, പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ പറയുകയാണ്, കർത്താവേ നീ എന്നോട് ഉണ്ടായിരിക്കണമേ. അപ്പോൾ പേടി അങ്ങ് മാറുന്നു. പരീക്ഷ പേടി മാറുന്നു. ചിലരിങ്ങനെ നെർവസാകും. പരീക്ഷ പേടി, അയ്യോ ഇനി എന്താവുമോ, ഞാൻ ഒന്ന് പലതും പഠിച്ചു, ഇനി ഓർമ്മയിൽ കിട്ടുമാവോ, ആർക്കറിയാം, എൻ്റെ ദൈവമേ രക്ഷിക്കണേ, ഇതൊക്കെ പറയും. പക്ഷേ എപ്പോഴും പേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വേദവാക്യം പറയണം, തിരുവചനം കാണാതെ പിടിച്ചുള്ള തിരുവചനങ്ങൾ പറയണം. ധാരാളം വേദവാക്യങ്ങളുണ്ട്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. വചനം 34 സങ്കീർത്തനം. ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. യഹോവയുടെ ദൂതൻ്റെ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. സ്തോത്രം. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒരു അത്ഭുതകരമായ ശക്തി നമ്മെ സ്വാധീനം ചെയ്യുന്നതും നമ്മെ വലയം ചെയ്യുന്നതും ആ ശക്തിയിൽ നാം എല്ലാം മറന്ന് കർത്താവിൻ്റെ കൃപയെ ആസ്വദിച്ചുകൊണ്ട് കിടക്കുന്ന നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആർ.എ. ടോറി എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ ദൈവവൈതൽ, വലിയൊരു സുവിശേഷനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്, എക്സ്പെക്റ്റ് ഗ്രേറ്റ് തിങ്സ്, വർക്ക് ഫോർ ഗ്രേറ്റ് തിങ്സ് ആൻഡ് പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ. എന്താണ്? പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്, വൻ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എക്സ്പെക്റ്റ് ഫോർ ഗ്രേറ്റ് തിങ്സ്, വൻ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. വർക്ക് ഫോർ ഗ്രേറ്റ് തിങ്സ്, വൻ കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, പ്രവർത്തിക്കുക, അധ്വാനിക്കുക. ആൻഡ് പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ, പ്രാർത്ഥിക്കുക. പറയാൻ കാരണമുണ്ട്. ഈ ആർ.എ. ടോറി അമ്മയുടെ ഒറ്റ മോനായിരുന്നു. അമ്മ വിധവയാണ് താനും. അപ്പം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ വാത്സല്യപൂർവ്വമായി മോനെ വളർത്തിയത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇവൻ കുറച്ച് താന്തോന്നിയായിപ്പോയി. ഇവനൊരു ധിക്കാരിയായിപ്പോയി. ഇവൻ എന്തിനെ എതിർക്കുന്നൊരു സ്വഭാവക്കാരനായി. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അവന് ഇഷ്ടമല്ല, ഈ പ്രാർത്ഥനയൊന്നും അവന് ഇഷ്ടമല്ല. അവൻ പറയും, എന്തിനീ പ്രാർത്ഥന? അവൻ വീണ്ടും അമ്മയെ ഇങ്ങനെ പരിഹസിക്കും. ഇവൻ്റെ മോനെ അങ്ങനെ പറയല്ലേ, പ്രാർത്ഥന അത് നമ്മുടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണ്ടേ എന്നൊക്കെ പറയും. അമ്മ പറയും. ഒരു ദിവസം അവൻ പറഞ്ഞു, ഈ വീട്ടിലെ ഈ പ്രാർത്ഥന കാരണം എനിക്കിവിടെ ജീവിക്കണമെന്ന് തോന്നുന്നില്ല. എപ്പോഴും പ്രാർത്ഥന, പാട്ട്, സ്തുതി, ഇതൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ. എനിക്കിവിടെ നിൽക്കണമെന്ന് തോന്നുന്നില്ല, ഞാൻ പോവുക. 2-3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഒരു ദിവസം അങ്ങ് പോവുകയും ചെയ്തു. അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ, നീ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ അപ്പോൾ നീ പറയണം, എൻ്റെ അമ്മയുടെ ദൈവമേ നീ എന്നെ രക്ഷിക്കണേന്ന്. അമ്മയുടെ ദൈവമേ നീ എന്നെ രക്ഷിക്കണേന്ന് പറയണം മോനെ. അപ്പോൾ നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി മാറിക്കിട്ടും. ഇവൻ പോയി കുറേ ലോക ഇമ്പങ്ങളും ലോക സുഖങ്ങളും തേടി ഓടി നടന്നു. പലതും നേടി. പക്ഷേ അവനിങ്ങനെ പല സ്ഥലങ്ങളിലും നടന്ന് അവൻ്റെ ജീവിതം വിരസമായി തീർന്നു. ഈ ഭൗതികമായ ഇമ്പങ്ങളിലും വെറുക്കൂത്തുകളിലും ലയിച്ചും രസിച്ചും പോകുന്നവർക്ക് അതിലും ഒരു സന്തോഷം കിട്ടുകയില്ല. കുറെ കഴിയുമ്പോൾ മടുപ്പ് വരും, ജീവിതം നിരാശയായി തീരും. ഒരു കാരണവുമില്ലാതെ നിരാശ വന്ന് ജീവിതത്തെ ബാധിക്കും. ഇവൻ നിരാശനായി തീർന്നു. അവൻ
ഒരവസരത്തിൽ മടുത്ത് ഇനി ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ചു, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാനായിട്ട് അവൻ ഒരു റിവോൾവർ, ഒരു കൈത്തോക്ക് അവൻ സമ്പാദിച്ചു. ആ റിവോൾവർ എടുത്ത് അവൻ സ്വന്തം നെഞ്ചിന് നേരെ തിരിച്ചുകൊണ്ട് അവൻ മരിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് അവൻ ഓർത്തു, നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അമ്മയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞത് അവന് പെട്ടെന്ന് ഓർമ്മ വന്നു. പെട്ടെന്ന് അവനവിടെ മുട്ടുകുത്തി, ദൈവമേ നീ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, എൻ്റെ അമ്മയുടെ ദൈവമേ നീ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സഹായിക്കണം. ഞാൻ വശം കെട്ടിരിക്കുന്നു, ഞാൻ സമാധാനമില്ലാതായിരിക്കുന്നു, നീ എന്നെ സഹായിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏതോ ഒരു അദൃശ്യമായ ശക്തി അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, ഒരത്ഭുതമായ ഒരു കൃപ അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, ഒരു വലിയൊരു വെളിച്ചം അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, വലിയ പ്രത്യാശ അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എങ്ങനെ വന്നു? അവൻ ഇതേ പറഞ്ഞുള്ളൂ, എൻ്റെ അമ്മയുടെ ദൈവമേ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, നീ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സഹായിക്കണം, ഞാൻ വശം കെട്ടുപോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ, ആ ചെറുപ്പക്കാരൻ തിരിയമ്മയെടുത്ത് വന്നു, അമ്മയൊരു ജീവിച്ചു, അവൻ വ്യത്യാസപ്പെട്ടു, രൂപാന്തരപ്പെട്ടു, അവൻ സുവിശേഷകനായി. ആ റേ ടോറി. ദൈവത്തിന് സ്തോത്രം. പ്രേ ഫോർ ഗ്രേറ്റ് തിങ്സ്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ആൻഡ് വർക്ക് ഫോർ ഗ്രേറ്റ് തിങ്സ് ആൻഡ് പ്രേ ആൻഡ് പ്രേ ആൻഡ് പ്രേ. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വത്തോടെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ദൈവത്തോടൊരു സംസർഗം, കമ്മ്യൂണിയൻ, ദൈവത്തോട് സംസർഗം കിട്ടുന്നതിന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനാ നിരതരായിരിക്കണം. ഇപ്പോൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുടെ ജോലികളൊക്കെ ഉണ്ടല്ലോ, ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നു. അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം കർത്താവിൽ സമർപ്പിക്കാം, ഹൃദയം കർത്താവിൽ ഫലമേൽപ്പിക്കാം. യേശുക്രിസ്തു തരുന്നതായ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം കർത്താവിൽ ഏകാഗ്രമാക്കാം. നിങ്ങൾ ഫാക്ടറി ജോലി ചെയ്യുന്നയാളാണെങ്കിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അലസയും കൂടാതെ തന്നെ കർത്താവിൽ ഹൃദയം ഫലമേൽപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ജോലി വളരെ മനോഹരമായും വളരെ ശക്തമായും ഏറ്റവും പ്രയോജനപ്രദമായും തീരും. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥന ഈ അനുഭവത്തിലേക്ക് വരുന്നത് ഭാഗ്യകരമായ അനുഭവമാണ്. അതുകൊണ്ടാണ് ഏലിയാവ് പ്രാർത്ഥിച്ചു, 3.5 വർഷം മഴ പെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നമുക്ക് തുടങ്ങണം. യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളതായി നമുക്ക് തീരണം. പ്രാർത്ഥന കേൾക്കാൻ നമുക്കൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെ സഹായിക്കാൻ യേശുവുണ്ട്. യേശു ദൂരെ ദൂരെ നിൽക്കുന്നവനല്ല, അകന്നു മാറി നിൽക്കുന്നവനല്ല, മനുഷ്യൻ്റെ കഷ്ടത കണ്ട് നോക്കി നിന്ന് രസിക്കുന്നവനല്ല. ഒപ്പം കരഞ്ഞുകൊണ്ട്, ഒപ്പം വേദനിച്ചുകൊണ്ട്, ഒപ്പം ഏങ്ങലടിച്ചുകൊണ്ട് ദീർഘശ്വാസത്തോടെ അരികത്തേക്ക് അടുത്തടുത്ത് വരുന്നവനാണ് ക്രിസ്തു. ക്രിസ്തു അടുത്ത് വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ യേശുവേ നീ കടന്നു വരുന്ന തടസ്സമായി എന്നിൽ ചില പാപങ്ങളുണ്ട്, ഞാൻ അവയെല്ലാം ഉപേക്ഷിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്രയും അവൻ കേൾക്കാതവണ്ണം അവൻ മുഖത്ത് നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പാപം ജീവിതത്തിലുണ്ട്, അതുകൊണ്ടാണ് ദൈവം പ്രാർത്ഥന കേൾക്കാത്തത്. അകൃത്യം ജീവിതത്തിലുണ്ട്, അതുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കാത്തത്. അതുകൊണ്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പാപത്തോട് യാത്ര പറഞ്ഞ് കർത്താവേ നീ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഓടി അണയും, കർത്താവ് സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ മഹത്തായ ഭാഗ്യാനുഭവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം. പ്രാർത്ഥനയിൽ കൂടി യേശുക്രിസ്തുവായിട്ടുള്ള സംസർഗം കിട്ടുക, സ്തുതിയിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ കൃപ നാം സമാർജിക്കുക, നാം സമ്പാദിക്കുക. പ്രാർത്ഥനയിൽ കൂടി യേശുക്രിസ്തുമായ സംസർഗം, സ്തുതിയിൽ കൂടി യേശുവിൻ്റെ കൃപ നാം അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അനുഗ്രഹീതമായൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം എല്ലാവരും. അതാണ് ഭക്തി എന്ന് പറയുന്നത്. പുറമേ കാണുന്ന കാണിക്കുന്ന ചില കാര്യങ്ങളല്ല, പുറമേ ഉള്ളതായ ചില നമസ്കാരങ്ങളല്ല, അതൊക്കെ ആകണം, വേണമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അതല്ല, അതിനപ്പുറത്ത് ക്രിസ്തു എന്ന അത്ഭുത പുരുഷനുമായുള്ളൊരു സംസർഗം. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷകനായ യേശു, എൻ്റെ പാവം മുഴുവൻ വഹിച്ച എൻ്റെ കർത്താവായ യേശു ക്രിസ്തു, പാപിയായ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷകനായ മിശിഹ, എൻ്റെ പാവം മുഴുവൻ കഴുകാനായി തൻ്റെ സ്വന്തം ജീവരക്തം ഊറ്റിയ രക്ഷകനായ യേശു ക്രിസ്തു. യേശുവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ സഹായത്തിനായി നീ വേഗം വരണമേ, എന്നോട് കരുണ കാണിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കും, നാം അനുഗ്രഹീതമായി തീരും. നമുക്ക് ഏലിയാവിന് കിട്ടിയതുപോലെ സൗഭാഗ്യകരമായ ശോഭനമായ നല്ല നാളുകൾ നമുക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം.
നിന്റെ ഈ മക്കളെ തൊട്ടത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.